ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 7-ാം ദിവസം നെല്ലേരിയപ്പൻ്റെ നിറസാന്നിധ്യമുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് ഉച്ചയോടുകൂടി പൂർണ്ണമാവുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ സപ്താഹയജ്ഞത്തെക്കുറിച്ച് അല്പമെങ്കിലും പുറംലോകത്തെ അറിയിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗണ്യമോയുക്തി സംഭവാദ അനാദിവിദ്യായുക്തസ്യ പുരുഷസ്യാത്മവേദന ജിഹ്വേജ്ഞാനശക്തിയാ വാക്പണ്യ തുഷ്ടിഃ ത്യാഗോസ്പൃഹാശ്രദ്ധാ ശ്രീഹരേ നമഃ. കാമൈഹാമദാർത്തി നിദ്രാശാഭിരനുദ്യമ സത്വശരജസശ്ചേതാ തമസശ്ചാനുപൂർവശാവർത്തിയോർണിതപ്രായാസന്നിപാതമദോഷിണോ സന്നിപാസ്ത്വഹമിതി മമേത്യുദ്ധവയാമദീവഹാര സന്നിപാതോ മനോമാത്രേന്ദ്രിയാസുഭി സർമേജാസ്തേജ കാമേജാദാസോ പരിനിഷ്ഠിതാം ഗുണാനാം സന്നികേഷോയം ശ്രദ്ധാധനാഭാവർത്തിലക്ഷണേ നിഷ്ഠാം കുമാരീഹി ഗ്രാസമേഷു ധർമ്മേജാനിഷ്ഠേതാ ഗുണാനാം സമിതിഹി സാ പുരുഷം സത്വസംയുക്തം മമീയാ ശമാദിഭി കാമാദിഭിരജോയുക്തം കുറവതാജി സമസാവിധം യഥാ ഭജമാം ഭക്ത്യാ നിരപേക്ഷസ്വകർമ്മഗീതം സത്വപ്രകൃതിം വിദ്യാ പുരുഷം സ്ത്രിയമേവ വാം യഥാ ശിഷാശാസ്ത്രമാം ഭജതസ്വകമലയായ രജോലയാഹ തമോലയാ സ്തുര്യം യാന്തി മാമേവ നിർഗുണഃ മദർപ്പണനിഷ്ഫലം വാ സത്യം നിജകമ്പൽ രാജസംബലസങ്കല്പം ഹിംസാപ്രായത് താമസം കേവലം സത്യം ജ്ഞാനം രജോ വൈകൽപ്പികം ച യത് പ്രാഗതം താമസം ജ്ഞാനം നഷ്ടം നിർഗുണസ്മൃതം വനന്തു സാത്വികോ വാസോ ഗ്രാമരാജസ ഉച്ചത്തെ താമസം ജ്യോതിസദനം മന്ദി കേവലം നിർഗുണം സാത്വികകാരകോ സംഗീരാഗാന്ധോ രാജസം താമസം ജാപ്തിദാശുചി സാത്വികം സുഖമാത്മോധം വിഷയോത്ഥം രാജസം താമസം മോഹദൈന്യോത്ഥം നിർഗുണം മതമാശ്രം ദേവി ദേശം ഫലം കാലോ ജ്ഞാനം കർമ്മചകാരകം ശ്രദ്ധാവസ്ഥാകൃതനിഷ്ഠാം ത്രൈഗുണ. എന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലെങ്ങനെ നിർത്തി. മഹർഷിമാരിങ്ങനെ നടന്നു വരുമ്പോ ഒരു കുട്ടി പോയി ചോദിച്ചു, ആ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന പെണ്ണ് പ്രസവിച്ചാൽ ആണാണോ പെണ്ണാണോ കുട്ടി എന്നാ ചോദ്യം. അപ്പൊ വിശ്വാമിത്രൻ വെറുതെ ഇങ്ങനെ നോക്കി. പൊതുവേ ക്രോധമുള്ള ആളാണ് വിശ്വാമിത്രൻ. അയാളിങ്ങനെ നോക്കിയപ്പോ മനസ്സിലായി ഇത് സാമ്പനാണെന്ന്. അപ്പൊ അന്നേരം തന്നെ ശാപം കൊടുത്തു, മുസല്ലം കുലനാശനം. പ്രസവിക്കുന്നത് ആണും പെണ്ണുമായിരിക്കില്ല, പകരം ഇരുമ്പലൊക്കെയാണ്. ആ ഇരുമ്പലൊക്കെ നിങ്ങളുടെ നാശത്തിന് കാരണമാവുന്നു. ഉടനെ സാമ്പന് പ്രസവേദന വന്നു. സാധാരണ വസുദേവൻ നാരദനോട് ചോദിക്കുകയാണ്, ഭഗവൻ ദൈവേച്ഛയാണ് ജീവജാലങ്ങൾക്ക് സുഖദുഃഖ ഹേതുക്കൾ, എങ്കിലും അങ്ങയെ പോലുള്ള മഹാത്മാക്കളിൽ നിന്ന് ഭഗവത് തത്വങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാരദ മഹർഷി ആദ്യം ചെയ്തത് വസുദേവരുടെ ജിജ്ഞാസ കേട്ടിട്ടില്ലേ, ഇന്ദ്രനീല മണിവർണ്ണ. അതാണ് കലിയുഗത്തില് ഭഗവാന്റെ നിറം. ശ്രീകൃഷ്ണ ഭഗവാൻ 125 വർഷത്തെ ദിവ്യ മംഗള ലീലകൾ കൊണ്ട് ലോകത്തെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവിനെ മുൻനിർത്തിയിട്ട് ദേവന്മാര് ഭഗവാനെ കണ്ട് ദിവ്യ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചു.
എന്നിട്ട് വന്ദിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ 125 വർഷം ജീവിച്ചിട്ടുള്ള ഉദ്ധവന് ഭഗവാനെ വിട്ടുപിരിയാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. സർവൈശ്വര്യത്തിനായി നെയ്വിളക്ക് സമർപ്പണം. കോണമുടുപ്പിച്ചിട്ടമ്മ കുട്ടൻ്റെ 2 കാലും നനച്ചു, ജലത്തുമ്പും കൊണ്ടൊപ്പിത്തുടച്ചു, ജലഞ്ചും ചിഗുരം തീക്കി വച്ചു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി കാടോലിച്ചമ്മ കഞ്ചിച്ചു നന്നായി, കാലോലും മൂല കണ്ണനോ നൽകി. അമ്മിഞ്ഞപ്പാൽ കുടിച്ചു തെളിഞ്ഞു, ചെമ്മേ കണ്ണൻ പാഞ്ചിരി തൂകി. ഗോവിന്ദ ഹരി പുൽകുന്നു പുണ്യത്തിൻ പുഞ്ചം, പൂർണ്ണ ബ്രഹ്മത്തെ മാറോടണച്ച പുണ്യ മാതാവേ കൈതോഴാം ഞങ്ങൾ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. സർവത്ര എല്ലാവരും ഇടകലർന്ന് ജീവിച്ച ഒരു പ്രദേശമാണ് ഭാരതം എന്ന് പറയുന്നത്. ഭാരതഭൂമി എന്ന് പറയുന്നത് ആസേതു ഹിമാചലം, ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഒന്നായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചതാണ്. ഭാരതഭൂമി എന്ന് പറഞ്ഞാൽ ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ ഒരേ ജനതയായിരുന്നു. ദ ഹിന്ദു എന്നുള്ള പത്രം ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ പേരിലാണ് ആ പത്രം അറിയപ്പെട്ടത് തന്നെ. മഹാത്മാഗാന്ധി തന്റെ പ്രസംഗങ്ങളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് ജയ് ഹിന്ദ് എന്നാണ്, ഹിന്ദുസ്ഥാൻ എന്നാണ്. അതേപോലെ തന്നെ എത്രയെത്ര ഹിന്ദുവിന്റെ വാക്കുകളാണ് നമുക്കുള്ളത് എന്ന് നമ്മളൊന്ന് ഓർമ്മിക്കണം. കാശിയിൽ ഹിന്ദു സെൻട്രൽ സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ആനി ബസന്റ് എന്നുള്ള മദാമക്ക് പേരിടാൻ 2 പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നില്ല. അവരിട്ടത് ഹിന്ദു സെൻട്രൽ സ്കൂൾ എന്നാണ്. മുസ്ലിങ്ങൾക്ക് 4 പ്രവാചകന്മാരാണുള്ളത്: ഈശാ നബി, മൂസാ നബി, ദാവൂദ് നബി, മുഹമ്മദ് നബി. ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ അവർ ഓറിയന്റൽ ഹെറിറ്റേജ്, വിൽ ഡുറന്റ്, പേജ് നമ്പർ 31 ഒന്ന് വായിച്ചു നോക്കണം. ആധുനിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെക്കുറിച്ച് പഠിക്കാൻ വലിയ പ്രയാസമാണുള്ളത്. ലോക ജനതയുടെ 1/7 ഭാഗം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഭാരതം. ക്രിസ്തുവിന് മുമ്പ് 5000-ലധികം വർഷത്തെ പാരമ്പര്യം. പുരാതനമായ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം മുതൽ രാമനും കൃഷ്ണനും ഗാന്ധിയും ടാഗോറും വരെ
ഇരിക്കുന്ന ഭൂമിയാണ് ഭാരതത്തിന്റെ മണ്ണ്. കർക്കശമായ ബിംബാരാധന മുതൽ ഗോത്ര സംസ്കാരവും യുക്തിവാദവും അടങ്ങുന്ന വിശ്വാസ പ്രമാണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്വൈത ദർശനം മുതൽ വൈശേഷിക ദർശനം വരെ പഠിച്ച് പരിശീലിച്ചവരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഗന്ധകി നദി, ശ്രീബുദ്ധന്റെ ജന്മം കൊണ്ട് പവിത്രമായ ലുംബിനി, വിഷ്ണുവിന്റെ വലത്തേക്കാലിൽ ഉത്ഭവിക്കുന്ന വാരണ എന്നുള്ള നദിയും വിഷ്ണുവിന്റെ ഇടത്തേക്കാലിൽ ഉത്ഭവിക്കുന്ന അസി എന്നുള്ള നദിയും സംഗമിക്കുന്ന സ്ഥലത്തെയാണ് വാരാണസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രീബുദ്ധന് ജ്ഞാനോപദേശം ലഭിച്ച ബോധി വൃക്ഷമുള്ള ഗയ, ചാണക്യന്റെ രാജധാനിയായ പാടലീപുത്രം, ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിത്തട്ട് പാർത്തു കണ്ടറിഞ്ഞവർ, അത്രാപി ഭാരതം ജ്യേഷ്ഠം ജംബൂദ്വീപേ മഹാമുനി, ദേവന്മാർ പോലും അസൂയപ്പെടുകയാണ്. എന്തിന്റെ ശ്ലോകം? മൈത്രീം ഭജത അഖില ഹൃജയത്രി ആത്മവദേവ പരാനപി പശ്യത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത ത്യജത പരേഷ്വക്രമമാക്രമണം തദോനുചരിതം വൃഷഭസ്യ ഭരതസ്യ ജാനാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ബഭൂവായു സുഖസ്പർശ പുണ്യഗന്ധവഹസ്ഥിതി അഗ്നയശ്ചദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത മനാസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുബന്ധുഭയോ ദിവി ജഗുക്കിന്ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശ്രയാം ആവിരാസീയതാ പ്രാച്യം വിശീന്ദുരിവപുഷ്കലം കമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം സംഗതദാരിവായുധം ശ്രീവത്സലക്ഷമംഗളശോഭികൗസ്തുഭം ശ്രീകാംബരം ചന്ദ്രപയൂരസൗഭ്യാധാരമണമുകുന്ദമുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം രാധാരേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രസാദം വരിയായി വന്ന് പ്രസാദം സ്വീകരിക്കണം. ആദ്യം കമ്മിറ്റി ദക്ഷിണ സമർപ്പിക്കും. അതിനുശേഷം ഓരോരുത്തരായി വന്ന് പ്രസാദം വാങ്ങിക്കും. ആ പ്രസാദം ഇവിടുന്ന് തിരിച്ച് വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ കടയിൽ പോകണം. എല്ലാവർക്കും ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ജൂൺ 2-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ പൂജ ചെയ്യുന്നത് ക്ഷേത്രം തന്ത്രി നമശ്രീ തെക്കിനിയെടുത്ത് നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൽ കോഴിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ യജ്ഞാചാര്യൻ അങ്ങാണ്. തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത്? വടക്കോട് പോലുള്ള ഒരു ദേശത്ത് ഇത്രയും വലിയൊരു സപ്താഹം വിജയിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നെല്ലേരിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും വലിയൊരു സംവിധാനം വിജയിപ്പിക്കാൻ സാധിച്ചത്
പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാട്ടിൽ ആൾക്കാരറിയട്ടെ, അതല്ലേ വേണ്ടുള്ളൂ. തിരുമേനി നമസ്കാരം. നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ നെല്ലേരിയപ്പൻ്റെ അനുഗ്രഹത്തോടെ സർവമംഗളമായി നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തെക്കുറിച്ച് ക്ഷേത്ര പൂജാരി എന്ന നിലയിൽ തിരുമേനിയുടെ അഭിപ്രായം. ഈ മഹാസപ്താഹം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനും അതുപോലെ ഈ ഗ്രാമവാസികളുടെ എല്ലാ കുടുംബത്തിലെയും എല്ലാവരുടെയും ഐശ്വര്യവും ഐശ്വര്യപൂർണ്ണമായ ഐശ്വര്യം വന്നു ചേരാൻ ഏറ്റവും വളരെ അനുയോജ്യമായ സംഗതിയാണ് ഈ ഭാഗവത സപ്താഹം. അതുകൊണ്ട് എല്ലാവർക്കും ക്ഷേത്രകാര്യങ്ങളെ സംബന്ധിച്ചും ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനം സംബന്ധിച്ചും കുറേ കാര്യങ്ങൾ പഠിക്കാനും തുടർന്ന് പ്രാപ്തിയാക്കാനുള്ള ഒരു അവസരം വന്നു ചേർന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വളരെ പ്രധാന ഒരു ഘടകമായിരുന്നു. അത് സാധിച്ച് നമ്മുടെ നെല്ലേരിയപ്പൻ്റെ സാന്നിധ്യപ്പെടുകയാണ്. വിളക്കോട് ഇല്ലത്ത് റിട്ടയർഡ് അധ്യാപകനായ ശ്രീ ശംഭുമാഷും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ നടന്ന ഭാഗവത സപ്താഹയജ്ഞം ഇന്നിവിടെ പൂർത്തിയായി. ആ സപ്താഹയജ്ഞം പൂർത്തിയായതിനെക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അമ്പലത്തിൽ സപ്താഹയജ്ഞം, നവാഹയജ്ഞം ഇങ്ങനെ പലതരത്തിലുള്ളതായ യജ്ഞങ്ങൾ നടത്താറുണ്ട്. ഇതേപോലെ തുടർച്ചയായി ഈ യജ്ഞങ്ങൾ വീണ്ടും വീണ്ടും നടത്തി വരുന്ന പതിവാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നത്. ഈ ക്ഷേത്രത്തിലും ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ക്ഷേത്രം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നും നടത്തി വരണം. അതിന് ഭഗവാൻ വേണ്ടത്ര അനുഗ്രഹങ്ങളും നൽകുന്നതായിരിക്കും. തീർച്ചയായി ഇത്തരം യജ്ഞാദി കർമ്മങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നതിന് ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആയത് നമുക്ക് പൂർണ്ണമായി ലഭിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ്? പറഞ്ഞോളൂ. ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സപ്താഹ യജ്ഞം നടക്കുന്നത്. ഇനിയും തുടർന്ന് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. തുടർച്ചയായി എല്ലാ കൊല്ലവും ഇങ്ങനെ നടന്നു പോകട്ടെ എന്നാണ് നമ്മളെ ആഗ്രഹം. നമുക്കും അതിൽ പങ്കുചേരാലോ. നമുക്കും നമ്മളെ അടുത്തുള്ള അമ്പലങ്ങൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അത് നല്ല ഒരു ഐശ്വര്യവും എല്ലാം നമുക്ക് പോകാനൊരു ഇടയും നല്ലൊരു ഐശ്വര്യവും ആണ് ഈ ഭാഗവത സപ്താഹം നടത്തിക്കൊണ്ടുവന്ന് തുടർച്ചയായി എല്ലാ കൊല്ലവും നടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അമ്പലത്തിൽ വന്ന ജനങ്ങൾ ഭയങ്കര ജനങ്ങളും ഭക്ഷണവും പരിപാടിയും രാവിലെ ആയാലും ഉച്ചഭക്ഷണമായാലും പ്രസാദ കൂട്ടായാലും എല്ലാം ഭയങ്കരമായി നടന്നു. ഇന്ന് ഭയങ്കര ജനങ്ങളും ഉണ്ടായി. അതുകൊണ്ട് എല്ലാ നെല്ലിയേരിയപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ജനങ്ങൾക്കും നാട്ടിലും എല്ലാം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും ഒരു ഐശ്വര്യമായിട്ടും നമ്മൾ കരുതുന്നു. നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധിയിൽ 21-ാം തീയതി മുതൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നെല്ലേരിയപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹത്തോടുകൂടി ഇന്നിവിടെ സമ്പൂർണ്ണമാവുകയാണ്. ഈ അവസരത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡൻ്റായ ശ്രീ സജി മഠത്തിൽ, അതുപോലെ തന്നെ സെക്രട്ടറിയായ ശ്രീ രൂപേഷ് മാഷ്, അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിങ്ങനെ നടക്കുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇത് വളരെ വളരെ ഗംഭീരമായി ഗ്രാമം മുഴുവൻ ഒന്നടക്കം ഈ പരിപാടി ഏറ്റെടുത്തു. അതിന് ഈ ഗ്രാമത്തിലെ മുഴുവൻ ഭക്തജനങ്ങളോട് നമ്മൾ ആദ്യം കമ്മിറ്റി എന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ പറയുന്നു. അതുതന്നെയാണ് കാര്യമായിട്ട് പറയുന്നത്. അതായത് ഈ ഗ്രാമം മുഴുവൻ ഈ സപ്താഹയജ്ഞം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ പരിപാടിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെല്ലിയേരിയപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. സെക്രട്ടറിയുടെ അഭിപ്രായം എന്താണ്? പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്വന്തം കുടുംബത്തിലെ ഒരു കാര്യം പോലെ തന്നെയാണ് ഭക്തജനങ്ങൾ ഈ ഉത്സവത്തെ കണ്ടത്. സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആത്മവിശ്വാസത്തോടെ നമുക്കത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിന് നമ്മളതിന് മുന്നിട്ടിറങ്ങിയത്. പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ ഉയരത്തിൽ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ ആ പരിപാടി നമുക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല ഒരു സത്യം എന്ന് പറയുന്നത് നെല്ലിയേരിയപ്പൻ്റെ മുമ്പിൽ ഏത് കാര്യത്തിനു വേണ്ടി നമ്മൾ മനസ്സ് വെച്ചറിഞ്ഞാലും അത് ഒരു തടസ്സമില്ലാതെ നടക്കുന്നുണ്ടല്ലോ. നമുക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു പ്രേരണ നൽകുന്നു. അതുകൊണ്ട് ഭക്തജനങ്ങൾക്കുള്ള നന്ദി, ഈ നാടിനോടുള്ള നന്ദി, നാട്ടിന് പുറത്തുള്ള ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഉള്ള ഒരു നന്ദി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയിക്കുന്നു.
തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ എല്ലാവരും സജീവമായി സഹകരിക്കണം. ഒരു കൊച്ചു ഗ്രാമക്ഷേത്രമാണ്. ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങളെല്ലാവരും കൂടി സാധാരണക്കാരായ ആളുകളാണ്. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അവർ തുറന്ന് അങ്ങോട്ടും ചെയ്യാൻ സന്നദ്ധരാണ്. മറ്റുള്ള ആളുകളും ചെറിയ ചെറിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം നിൽക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എല്ലാവരും കൂടി പറയാനുണ്ട്. ആശ ഗീതാ ബാബു യൂട്യൂബ് ചാനലിലൂടെ ഭാഗവത സപ്താഹയജ്ഞം ഓരോ ദിവസവും സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആശാ ഗീതാ ബാബു എന്ന് പറഞ്ഞ ആൾ ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ള ആളാണ്. അത് മാത്രമല്ല ഈ ക്ഷേത്രം പണ്ട് ഒരുപാട് കാലം പൂട്ടിക്കിടന്നിരിക്കുമ്പോഴും ഈ ആശാ ഗീതാ ബാബു തന്നെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് കാര്യങ്ങളൊക്കെ ചെയ്ത ആൾ. ഈ യൂട്യൂബ് ചാനൽ ആശാ ഗീതാ ബാബു ചെയ്ത ഏറ്റവും വലിയ സത്കർമ്മമായിട്ട് നമുക്ക് തോന്നുന്നു. മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ആശാ ഗീതാ ബാബുവിലേക്ക് കൂടി ഗംഭീരമായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രചരിപ്പിക്കുന്ന വീഡിയോസ് കാണുക. അതുപോലെ തന്നെ അവർ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നല്ല ഒരു ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ആ പിന്തുണക്ക് നമ്മളും അവരെ പിന്തുണച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി മാറണം. ക്ഷേത്ര കമ്മിറ്റി പൂർണ്ണമായിട്ടും ആശാ ഗീതാ ബാബുവിന് സപ്പോർട്ട് ചെയ്യുന്നു യൂട്യൂബ് ചാനലിൽ. നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടുന്നൊരു പരിപാടി ഒരുപക്ഷേ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാണാനുള്ള ഒരു വഴിയൊരുക്കിയ ആശാ ഗീതാ ബാബു അവരുടെ ആ യൂട്യൂബ് ചാനൽ, അതിന് എല്ലാവിധ നന്ദിയും ഭാവുകങ്ങളും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിയിക്കുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കും പറയാറ്. അതായത് സെക്രട്ടറി പറഞ്ഞതുപോലെ ആശാ ഗീതാ ബാബുവിന് ക്ഷേത്ര കമ്മിറ്റിയുടെ മുഴുവൻ ഭാവുകങ്ങൾ. നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്ര തിരുസന്നിധി ആദ്യമായിട്ട് നടന്ന ഭാഗവത യജ്ഞം ഇന്ന് പൂർത്തിയായി. ആ യജ്ഞത്തിൻ്റെ സമാപന ദിവസമാണിത്. വളരെ സർവ്വമംഗളമായിട്ട് നെല്ലേരിയപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് നടക്കുന്ന ചരിത്ര സംഭവമാണ് നെല്ലേരിയപ്പൻ്റെ തിരുസന്നിധി. മാതൃസമിതി സെക്രട്ടറിയായ ശ്രീമതി ശകുന്തളയോട് ചോദിക്കും, എന്താണ്? ഇതെൻ്റെ ഒരു ജന്മസൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നെല്ലേരിയപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് ഇത്രയും ഭംഗിയായി കഴിഞ്ഞു. അതിൻ്റെ ഒരു വിഷമമാണ് ഞങ്ങൾക്കിപ്പോൾ. സന്തോഷത്തോടെ ശ്രീമതി ജ്യോതിലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് നല്ല രീതിയിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാം ഭഗവാന്റെ നെല്ലേരിയപ്പൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. ആശാ ഗീതാ ബാബു ചാനലിലൂടെ ഇവിടെ വരാത്തവർക്കും കൂടി കാണാനും ഞങ്ങൾക്ക് വീണ്ടും കാണാനും ഒരു അവസരം ഒരുക്കിത്തന്നതിൽ ആശാവിടെ നന്ദി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുമല്ലോ. ഹര ഹര മഹാദേവ്.